ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ചെമ്പക്കര ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുള്ളതാണ്. ഇത് രണ്ടാമത്തെ ടൈമാണ് കേട്ടോ നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ മീനുകളാണ് ഇവിടെ ഉള്ളതെന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന മീനുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6:10 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 6:25 ആയപ്പോഴേക്കും ചെമ്പക്കര എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ വരുന്ന അരിക്കൂട്ടോ കുറച്ചുകൂടി നല്ലത്. ഒരു 7-8 മണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തിരക്കും കാര്യങ്ങളെല്ലാം കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. റേറ്റിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു 6:25 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന ടൈമിലുള്ള കുറേ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. വലിയ മീനുകളും ചെറിയ മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വന്ന വഴിക്ക് ചാടി കയറി മീൻ മേടിക്കാതെ തന്നെ കുറച്ച് അതിലൂടെയൊക്കെ നടന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് മേടിക്കാനുള്ളതിൻ്റെയൊക്കെ 1-2 റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ടൈമിൽ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒരു ടൈം കഴിയുമ്പോഴേക്കും റേറ്റിലും ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കേര മേടിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞണ്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ മേടിക്കണമെന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കക്കറച്ചി മേടിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാം മേടിക്കാൻ പറ്റിയില്ലെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പതിയെ ഒരു 3-4 കൂട്ടം ഐറ്റംസ് മേടിക്കാമെന്ന് കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ മീനുകളെല്ലാം ഒറ്റയടിക്ക് നമ്മുടെ വീട്ടിട്ടല്ലായിരുന്നു, അഭിചാൻ്റെ വീട്ടിട്ടും എൻ്റെ വീട്ടിട്ടും അതുപോലെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്രാവൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് കേരയായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ ടൈപ്പും വലിയ ടൈപ്പ് കേരയൊക്കെ ഉണ്ടായിരുന്നു. ഈ കിടക്കുന്നതാണ് കേട്ടോ കേര. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കേര ഇതായിരുന്നു. ഏകദേശം ഒരു 900 ഗ്രാമിൻ്റെ ഒക്കെ അടുത്തുണ്ടായിരുന്നു. 220 രൂപയുടെ അടുത്തായിരുന്നു കേട്ടോ കേരയ്ക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച ഐറ്റത്തിൻ്റെയൊക്കെ റേറ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അതേ പിന്നെ പേരൊക്കെ അറിയാൻ പാടാത്ത കുറേ ഐറ്റംസ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പേരങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ അത്യാവശ്യം വലിയ ടൈപ്പ് വറ്റയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു മീനിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ അതേ കക്കറിച്ചി മേടിക്കാമല്ലോ എന്ന് കരുതി കക്കറിച്ചി തീരെ പൊടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ഇടത്തരം ഉണ്ടായിരുന്നു. പിന്നെ വലിയ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ടൈപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 1/2 കിലോത്തിൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോ 120 രൂപയുടെ അടുത്താണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ ടൈപ്പ് കക്കറിച്ചിയാണ്. നമ്മൾ വന്നൊരു ടൈമിലുണ്ടായിരുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതേ ആ ഒരു സൈഡ് മേടിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ സൈഡിലോട്ടായിട്ട് പോവുകയാണ്. ഒരു ബിൽഡിംഗ് ഒക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല ഞണ്ടുകൾ ഓടിക്കളിക്കണ ഞണ്ടുകൾ വലിയ ടൈപ്പ് ഉണ്ട്, ചെറിയ ടൈപ്പ് ഉണ്ട്, കാല് കെട്ടിയിട്ടേക്കുന്നുണ്ട്, കെട്ടാത്ത ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ മീനുകൾ ഇവിടെ തറയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അതിൽ ബ്രാലുണ്ടായിരുന്നു, പിന്നെ സിലോപ്പി ഉണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു കേട്ടോ. കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഈ കിടക്കണ കരിമീനെ കണ്ടോ, ഈ ഒരു കരിമീൻ നമ്മൾ മേടിക്കുകയാണ്. അപ്പം കിലോയ്ക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇത് മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് എടുത്താൽ മാത്രമാണ് തരത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെയിറ്റ് നോക്കിയിട്ട് വേണം എന്തോരം കിലോ ഉണ്ടെന്നുള്ളത്. നല്ല ഫ്രഷ് സാധനം ആയതുകൊണ്ട് അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ കരിമീൻ. 2,700 അടുത്ത് തൂക്കം വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1,330 രൂപയുടെ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2,700 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും മേടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള സിലോപ്പി ഇത് ഇവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. വലിയ ടൈപ്പ് സിലോപ്പി ഉണ്ടായിരുന്നു, ചെറിയ ടൈപ്പ് സിലോപ്പി ഉണ്ടായിരുന്നു, അതുപോലെ ജീവനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കുറേ പൊടിമീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കിള്ളിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ എന്നതിൻ്റെ പേരിൽ നമ്മൾ കിള്ളിയെടുക്കാൻ നിന്നില്ല. അങ്ങനെ കിള്ളിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറേ അമ്മച്ചിമാർ ഇങ്ങനെ ഇരുന്ന് വെട്ടി ക്ലീനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന മീനുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിങ്ങനെ മീൻ മേടിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് മേടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ വലിയ ടൈപ്പ് മീനുകളാണ് ഈ ഒരു സൈഡിൽ ചേട്ടന്മാർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് ഒരുപാട് ചേട്ടന്മാർ ഇങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള മീനുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വലിയ മീനിൻ്റെ തന്നെ ഏകദേശം അത്രയും വലിപ്പം തന്നെയുള്ള ഒരു മീനാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ട മീനിപ്പോൾ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം കട്ട് ചെയ്യണമൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ടൈപ്പാണ് പറയുന്നത് ആ ഒരു രീതിയിൽ അവർ കട്ട് ചെയ്ത് തരും. അച്ചാറിൻ്റെ ടൈപ്പ്, അല്ലാതെ കറി വയ്ക്കുന്ന ടൈപ്പ്, എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മീനുകളൊക്കെ ഇവിടെ പാക്കറ്റിലാക്കി അവരെടുത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ എന്തായാലും ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഇവിടെ നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ച് വന്നേക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സഞ്ചിയിലേക്ക് കുറച്ച് മീനുകൾ ഇവിടെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. എന്ത് മീനാണ് കാര്യങ്ങളെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല.
കുറേ എണ്ണത്തിൻ്റെ പേര് അറിയാം, കുറേ എണ്ണത്തിൻ്റെ അറിയത്തില്ല. പിന്നെ ഇത് ആ ഒരു കൂട്ടത്തിൽ വന്നത് തന്നെയായിരുന്നു കേട്ടോ ഞണ്ടും ഇട്ടപാട് തന്നെ കുറേ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയി ഇടുന്ന മീനുകൾ ചിലത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകും, ചിലത് കുറച്ച് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കൊണ്ടുപോയി ഇടുന്ന ഞണ്ട് 2 പേര് ടീമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഒരു ചേച്ചി വന്ന് മേടിച്ച്, പിന്നെ വേറൊരു ടീമുമാണ് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഞണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കച്ചവടം ചെയ്യാനായിട്ട് ഇങ്ങനെ തറയിൽ മീനുകൾ കിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വലിയ മീൻ ഇവിടെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇത്ര വലിയ മീൻ ഞാനും റിച്ചൂട്ടനും ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. ഇത് 57 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്യണത് നമ്മൾ നിൽക്കുവാണ്. എന്തായാലും നമ്മുടെ മീൻ കിട്ടാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് ഈ ഒരു മീൻ നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യണമെന്നൊക്കെ നോക്കാം കേട്ടോ. അങ്ങനത്തെ കേരയുടെ സെൻറ്റർ നോക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ വാലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ആദ്യമേ തന്നെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലീൻ ചെയ്തതിന് ശേഷമാണ് തലയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇത് തന്നെ ഏകദേശം അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വേറെ 2 ചേട്ടന്മാരപ്പുറം കട്ട് ചെയ്ത് കൊടുക്കുന്നത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്, പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ട് പുറകെ റെഡ് കളർ ഏപ്രിൻ കെട്ടിയേക്കാണ് ചേട്ടനെ കണ്ട ആ ഒരു ചേട്ടനാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ മീനൊക്കെ അവിടെ വെച്ചേക്കുവാണ്. വേറെയും ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ റിച്ചൂട്ടിനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആളിച്ചിരി സ്വഭാവത്തിൽ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി. വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് കിണക്കലായി. അപ്പോൾ എന്തായാലും അവനവിടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്, വഞ്ചി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് ഇവിടെ പാലമുണ്ട്, പാലം കയറി തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഇത് ഇങ്ങനെ കുറേ വഞ്ചികളും അതുപോലെ തന്നെ വലയൊക്കെ ഇങ്ങനെ നന്നാക്കി എടുക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ പാലം കയറി തൊട്ടപ്പുറം റോഡ് സൈഡിലോട്ട് പോകുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട്. അങ്ങനത്തെ ഒരുപാട് വഞ്ചിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടപ്പുറം സൈഡിലേക്കായിട്ടും കിടക്കുന്നുണ്ട്. കുറേ നീർക്കാക്കകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് അപ്പുറം സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ആ ഒരു മീനിൻ്റെ തലയാണ് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാലൊക്കെ ഫുൾ ക്ലീനാക്കി അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ ഉണ്ടല്ലോ, മുള്ളൊക്കെ റിമൂവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നീർക്കാക്കകളും അതുപോലെ കൊക്കുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ ആ മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന മിക്ക ആൾക്കാരും മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ മേടിച്ചിട്ട് പോകുന്നത്. ചെറിയ പൈസ മാത്രമാണ് മീൻ ക്ലീൻ ചെയ്യുന്നതിനാകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വലിയ മീനിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവരിങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അവർ വെട്ടണം മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒരുപാട് നീർക്കാക്കകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിതിങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മീനൊക്കെ ഫുൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 100 രൂപയുടെ അടുത്തായിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് കരിമീനും അതുപോലെ തന്നെ കേരയും ക്ലീൻ ചെയ്ത് തന്നേന്.
അപ്പോൾ ഐസൊക്കെ ഈ ഒരു മെഷീനിൽ വെച്ചിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളങ്ങനെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം മീനൊക്കെ എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ വീട്ടിൽ വന്നു മീൻ നമ്മൾ ഉരുളിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കരിമീനൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കഴുകി കഴിഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ആ ഒരു കരിമീൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു മീഡിയം ടൈപ്പ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കേരയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ കക്കറിച്ചി ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. കരിമീൻ ജസ്റ്റ് 1-2 തവണ ഒന്ന് വാഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും കഴുകി എടുത്തിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലിട്ടെടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. കുറച്ചൊക്കെ എടുത്ത് നമ്മൾ കറി വെക്കുന്നുണ്ടെന്ന്, കുറച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 3-4 കൂട്ടമൊക്കെ പ്ലാൻ ചെയ്ത് പോയെങ്കിലും ഒരു 3 ഐറ്റമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കരിമീൻ 2,700 ഉണ്ടായിരുന്നു, അത് 1,330 രൂപയുടെ അടുത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ കക്കറിച്ചി 1 കിലോ 120, പിന്നെ കേര ഉണ്ടായിരുന്നത് 900 ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് 220 രൂപയുടെ അടുത്താണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.